എല്ലാവർക്കും നമസ്കാരം. ഷൈനിയും കുഞ്ഞുങ്ങളുടെയും ആ ഒരു ട്രെയിനിൻ്റെ മുൻപിൽ ചാടിയുള്ളവരുടെ ആ ഒരു ആത്മഹത്യ എന്ന് പറയുന്ന ആ ഒരു ഞെട്ടൽ നമ്മളെ ആരെയും വിട്ടുമാറിയിട്ടില്ല അല്ലേ. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെയാണ് നമ്മുടെ എന്താ പറയുക ആലപ്പുഴയിൽ നിന്നും ഒരു സഹോദരിയും ഒരു കുഞ്ഞുമായിട്ട് വീണ്ടും എന്താണ് ഇതുപോലെ ട്രെയിനിന് മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്തുവെന്ന് നമ്മൾ കേട്ടു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഒരു ഞെട്ടിക്കുന്ന സംഭവമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മേഘ എന്ന് പറയുന്ന ഒരു IB ഉദ്യോഗസ്ഥ അല്ലേ, ആ പുള്ളിക്കാരത്തി എന്താണ് ചെയ്തത്, ഇതുപോലെ തന്നെ ട്രെയിനിൻ്റെ മുൻപിൽ ചാടി തൻ്റെ ജീവിതം അവസാനിപ്പിച്ചുവെന്നും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടു അല്ലേ. എല്ലാം വളരെ വേദനാജനകമായ കാര്യങ്ങൾ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ക്രൂരമായൊരു മരണം ഇവരൊക്കെ തിരഞ്ഞെടുക്കുന്നതെന്നും നമ്മൾക്ക് എത്ര ആലോചിച്ചിട്ടും പിടുത്തം കിട്ടുന്നില്ല അല്ലേ. കാരണം എന്താണ്, ഈ ട്രെയിനിൻ്റെ മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു ഭയങ്കര ധൈര്യം തന്നെ വേണമല്ലേ. കാരണം എന്താണ്, ഒന്നാമത് ലോക്കോ പൈലറ്റ് അവിടെ ഇരുന്ന് ഒന്ന് കാണുന്നുണ്ടാകും, മുൻപിൽ നിൽക്കുന്ന ആൾക്കാരെ കാണുന്നുണ്ടാകും. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യും, അവരുടെ ശ്രദ്ധ അങ്ങോട്ടേക്കാക്കി അവരെ അവിടെ നിന്ന് മാറ്റുവാനായിട്ട് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യും, ഇങ്ങനെ ഹോൺ മുഴക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഹോൺ കേൾക്കുമ്പോൾ തന്നെ ഏത് മരിക്കാൻ പോയവനാണെങ്കിലും അത്യാവശ്യം കുറച്ച് ഭയമുള്ളവരെന്ത് ചെയ്യും, നേരെ തിരിച്ച് ഓടിക്കേറി പോകും അല്ലെ, രക്ഷപ്പെട്ടു പോകും. എന്നാൽ ഈ വലിയ ഹോണടിയുടെ ഇടയ്ക്കും ഈ ഒരു വലിയ ചൂളംവിളിയുടെ ഇടയ്ക്കും തൻ്റെ ജീവിതം അതിൻ്റെ മുൻപിൽ, അതേ പാഞ്ഞു വരുന്ന ട്രെയിനിൻ്റെ മുൻപിൽ അവസാനിപ്പിക്കുവാനൊക്കെ തീരുമാനമെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ധൈര്യം തന്നെയാണല്ലേ. ഒരു ഭയങ്കര അപാര ധൈര്യം എന്ന് തന്നെ പറയണം. അപാര ധൈര്യമുള്ളവരാണ് ഇങ്ങനത്തെ ഒരു മരണങ്ങളൊക്കെ തിരഞ്ഞെടുക്കുന്നത്. പലപ്പോഴും അതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ തോന്നി, ഇതൊക്കെ എന്താണ് ഇത്ര ക്രൂരമായൊരു മരണം ഇവരെന്തിനാണ് ഏറ്റെടുക്കുന്നത്. ഒന്നാമത് ജീവിതത്തിൽ അവർക്ക് താങ്ങാൻ പറ്റാത്ത വേദന വന്നതുകൊണ്ടാണല്ലോ ഇവരിങ്ങനെ ഒരു മരണം തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇത്രയും ക്രൂരമായൊരു മരണം തിരഞ്ഞെടുക്കുന്നതിന് പിന്നിൽ എനിക്ക് തോന്നുന്നു അവർക്ക് അവരെ ഒന്നും കൂടെ വേദനിപ്പിക്കാൻ, അവരെ തന്നെ ഒന്നും കൂടെ അവരുടെ ആ ഒരു ദേഷ്യവും അവരുടെ ആ ഒരു ടെൻഷനും അവരുടെ ആ ഒരു വിഷമവും അവരുടെ ആ ഒരു പരാജയവും എല്ലാം അതൊന്നും കൂടെ അവരിലേക്ക് തന്നെ അവരുടെ ആ ഒരു ശരീരത്തോട് തന്നെ അവർ ആ ഒരു ദേഷ്യം തീർക്കുന്നതും കൂടെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ അതെല്ലാം അവിടെ നിൽക്കട്ടെ. നമ്മൾക്കറിയാം, ഇന്ന് നമ്മളും വാഹനങ്ങളൊക്കെ ആയിട്ട് യാത്ര ചെയ്യുന്നവരല്ലേ, സ്വന്തമായിട്ട് വാഹനങ്ങളുള്ളവരുണ്ട്, നമ്മൾ പബ്ലിക്കായിട്ടുള്ള ട്രാൻസ്പോർട്ടുകളെ ആശ്രയിക്കുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ പല വിധത്തിൽ വാഹനങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുന്നവരാണ്. സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു, ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ സാധനങ്ങൾ മേടിക്കുവാൻ പോകുന്നു, അല്ലെങ്കിൽ ആരാധനാലയങ്ങളിലേക്ക് പോകുന്നു, ഫംഗ്ഷനുകൾക്ക് പോകുന്നു, എന്തിനാണെങ്കിലും നമ്മൾ വാഹനത്തെ ആശ്രയിക്കുന്നവരാണല്ലേ. അപ്പോൾ ഓർക്കുക, നമ്മളിനി ഡ്രൈവ് ചെയ്യുന്ന വാഹനമാണെങ്കിൽ പോലും നമ്മൾ എത്ര ശ്രദ്ധയോടെ നമ്മൾ ഓടിച്ചു പോയാലും ഓപ്പോസിറ്റ് വരുന്ന ഒരുത്തൻ്റെ ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് ഒരു വലിയ ആക്സിഡൻ്റായി മാറാം. അത് നമ്മൾ ശ്രദ്ധയോടെ ഓടിച്ച് നമ്മൾ ചിലപ്പോൾ അതിനകത്ത് ഒരു എന്താ പറയുക ബലിയാടാകേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരുമല്ലേ. കാരണം നമ്മൾ എത്ര ശ്രദ്ധയോടെ ഓടിച്ചാലും ഓപ്പോസിറ്റ് വരുന്നവൻ ശ്രദ്ധയിലല്ല എങ്കിൽ, അല്ലെങ്കിൽ അവന് ഓവർ സ്പീഡിലാണെങ്കിലൊക്കെ, അല്ലെങ്കിൽ അവൻ്റെ റൂൾ തെറ്റിച്ചാണ് വരുന്നതെങ്കിലൊക്കെ അത് നമ്മൾക്കും ദോഷമായിട്ട് മാറാറുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷനുകളിൽ നമ്മൾക്ക് എന്ത് തോന്നും, നമ്മൾക്ക് ഭയങ്കര ദേഷ്യവും സങ്കടവും ഒക്കെ കൂടെ തോന്നുമല്ലേ. ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും നന്നായിട്ട് ഡ്രൈവ് ചെയ്ത് പോയിട്ടും എനിക്കിങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നത് എന്നുള്ളൊരു ചിന്തയൊക്കെ നമ്മളെ ഭരിക്കുമല്ലേ. പക്ഷേ അങ്ങനെയൊക്കെ ഭരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ, ഒന്നുമില്ലല്ലേ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾക്ക് ചെയ്യുവാൻ പറ്റാത്തത് അല്ലേ, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നമ്മൾക്ക് ചെയ്യുവാൻ പറ്റാത്തതിൻ്റെ അപ്പുറം പ്രവർത്തിക്കുന്ന ആളാണ് ആര്, നമ്മൾ ആരാധിക്കുന്ന ദൈവം അല്ലേ. അപ്പോൾ ആ ദൈവത്തിന് മാത്രമേ നമ്മളെ രക്ഷിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ ദൈവത്തിൽ ആശ്രയിക്കുക. ഞാൻ ചെറിയൊരു ഇൻസിഡൻറ്റ് പറയാം. ഞാനൊരു മെസ്സേജ് കേട്ടതാണ്. ഒരു ബാംഗ്ലൂരുള്ളൊരു പാസ്റ്റർ അബ്രഹാം വർഗീസ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ്റെ ഒരു മെസ്സേജ് ഞാൻ കേട്ടതാണ്. അപ്പോൾ അദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ, അപ്പോൾ അദ്ദേഹം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്നെ വല്ലാതെ ആകർഷിച്ചു. അതിന്നും എൻ്റെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുകയാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. കുറേ പേരൊക്കെ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ആക്സിഡൻറ്റ് പറ്റിയ ഒരു പയ്യൻ വന്നു. അപ്പോൾ ഈ പയ്യൻ വന്നിട്ട് ഈ പാസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു, പാസ്റ്ററെ, 91 സങ്കീർത്തനകത്തിനകത്ത് പറയുന്നുണ്ടല്ലോ, നീ എന്താ പറയുക, നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നുള്ളൊരു വചനമുണ്ടല്ലോ 91 സങ്കീർത്തനകത്ത്. പിന്നെ എന്തുകൊണ്ടാണ് അപ്പോൾ ഈ ദൂതന്മാർ കാവലുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് ഈ ആക്സിഡൻറ്റ് പറ്റിയതെന്ന് ആ പാസ്റ്ററിൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ആ പാസ്റ്റർ ഈ പയ്യന് കൊടുത്തൊരു മറുപടി അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞത്, നമ്മൾക്ക് എന്താ പറയുക, ഈ ലോകത്തിൽ ഓരോ ദൈവപൈതലിനും എന്താണ്, ദൈവം ഒരു ദൂതന്മാരെ കാവലിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. ദൂതന്മാരുടെ കാവൽ
കാവലുണ്ട്. അപ്പോൾ ഈ കാവൽ നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിലും ദൂതൻ നമ്മളുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതിനകത്ത് വേറൊരു സംഭവം കൂടിയുണ്ട്. ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ലോകത്തിൽ നമ്മൾക്ക് എന്താ പറയുക ഉള്ള റൂളുകളൊക്കെ നമ്മളെ തെറ്റിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? അല്ല, റൂളുകളൊക്കെ നമ്മൾ ഫോളോ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ദൂതന്മാരെ നമ്മൾക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ദൈവം ദൂതന്മാർക്കും ഒരു പ്രത്യേക ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. എന്താണ്? നീ പോകുന്നത് എങ്ങോട്ടാണ്? ഭൂമിയിലോട്ടാണ് പോകുന്നത് അല്ലേ? അപ്പോൾ ആ ഭൂമിയിലെ റൂൾസ് ഫോളോ ചെയ്യണമെന്ന് ആർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്? ദൂതന്മാർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾക്കൊരു റൂളുണ്ട് അല്ലേ? വാഹനത്തിന് നമ്മളുടെ ഗവൺമെൻറ് ഏർപ്പെടുത്തിയ ഒരു റൂളുകളുണ്ട്. എന്താണ്? ഓരോ റോഡുകളിലൂടെ പോകുമ്പോൾ പല സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ സ്പീഡ് ലിമിറ്റുകളൊക്കെ ഉണ്ടല്ലേ? ഇപ്പോൾ സ്കൂളിൻ്റെ മുൻപിൽ പോകുമ്പോൾ, റെസിഡൻഷ്യൽ ഏരിയയിൽ കൂടി പോകുമ്പോൾ, അങ്ങനെയൊക്കെ പല പല ഹൈവേകളിൽ കൂടി പോകുമ്പോഴൊക്കെ പല പല സ്പീഡുകളുണ്ട്. സ്പീഡ് കുറച്ച് ഇനി ആരാധനാലയങ്ങളുടെ അകത്തോട്ട് പോകുമ്പോൾ എന്താണ്? അതിനകത്ത് സ്പീഡ് കുറച്ച് പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ? സ്പീഡ് കുറയ്ക്കേണ്ടതും കൂട്ടേണ്ടതും എത്ര സ്പീഡിൽ പോകണം എന്നൊക്കെയുള്ള റൂളുകളുണ്ട് ഓരോ റോഡിലും അല്ലേ? പിന്നെ അതുകൂടാതെ എന്താണ്? റോഡിൻ്റെ പല നിയമങ്ങളുണ്ടല്ലേ? നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ഓടിക്കണം എന്നുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓർക്കുക, നമ്മൾ ഒരു എന്താ പറയുക ഒരു റോഡിൽ നമ്മൾ ഓടിക്കുന്ന സമയത്ത് അവിടെ 50 കിലോമീറ്റർ പെർ സ്പീഡാണ് കൊടുത്തിരിക്കുന്നത്. 50 കിലോമീറ്ററാണ് സ്പീഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വേറൊരു എന്താ പറയുക റോഡിൽ 100 കിലോമീറ്റേഴ്സ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഈ 50 കിലോമീറ്റേഴ്സ് സ്പീഡിൽ പോകേണ്ടടുത്ത് നമ്മളൊരു 100-ൽ പോകുകയെന്ന് വെച്ചു. അതായത് ആ റോഡിൽ 50 കിലോമീറ്റർ വേഗതയെ നമ്മൾ ഉപയോഗിക്കുവാൻ പാടുള്ളൂ. അവിടെ എന്താണ്? നമ്മൾ പക്ഷേ അത് തെറ്റിച്ച് നമ്മൾ 100-ൽ പോവുകയാണ്, 100-ൽ പോവുകയാണെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ വന്നിരിക്കുന്ന ദൂതൻ എവിടെ വരത്തുള്ളൂ? പുള്ളി ആ 50-ൽ വരത്തുള്ളൂ. എന്ന് വെച്ചാൽ പുള്ളി വരുന്നത് ആ 50 കിലോമീറ്റർ പെർ സ്പീഡിലായിരിക്കും പുള്ളി വരുന്നത്. പക്ഷേ നമ്മൾ പോകുന്നത് ഏതിലാണ്? നമ്മൾ 100-ലാണ് പോകുന്നത്. അപ്പോൾ ദൂതൻ പുറകിലുമാണ്, നമ്മൾ ഒരുപാട് മുൻപിലുമാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ മുൻപിലോട്ട് ഇങ്ങനെ പോകുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടാകുക. എന്ന് വെച്ചാൽ ദൂതൻ 50-ൽ വരുമ്പോൾ നമ്മൾ എവിടെയാണ് പോകുന്നത്? നമ്മൾ 100-ൽ പോകുക. ദൂതൻ 50-ലേ വരത്തുള്ളൂ. അപ്പോൾ ദൂതനെ നമ്മളെ രക്ഷിക്കുവാൻ കഴിയുമോ? അവിടുന്ന് പറ്റത്തില്ല. കാരണം റൂൾ ഫോളോ ചെയ്യണം എന്നുള്ളത് ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്നതാണല്ലേ? നമ്മൾ അതാത് നിയമങ്ങളൊക്കെ പാലിക്കണമെന്ന് ദൈവം നമ്മൾക്ക് ഓൾറെഡി വചനത്തിലൂടെയൊക്കെ നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റൂൾസ് ഫോളോ ചെയ്യണമെന്ന് ഈ ദൈവദാസൻ ആ പയ്യനോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അദ്ദേഹം അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മുഴുവൻ അങ്ങനെയാണ്. നമ്മൾ റൂൾസുകളൊക്കെ ഫോളോ ചെയ്ത് പോകുമ്പോഴേ ഈ ദൂതൻ്റെ സംരക്ഷണം നമ്മൾക്കുണ്ടാകത്തുള്ളൂ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവിക സംരക്ഷണം നമ്മൾക്കുണ്ടാകത്തുള്ളൂ. നമ്മൾ നിയമം വിട്ട് സഞ്ചരിച്ച് കഴിയുമ്പോൾ ഒരിക്കലും ദൈവിക സംരക്ഷണമോ ദൂതൻ്റെ സംരക്ഷണമോ നമ്മൾക്ക് ലഭിക്കത്തില്ല എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക എന്നാണ് അദ്ദേഹം ആ ഒരു പയ്യന് കൊടുത്ത ഉപദേശം. അത് ഞാൻ കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ അത് വല്ലാതെ അങ്ങ് പതിഞ്ഞു. അത് സത്യമാണല്ലേ? കാരണം നമ്മളുടെ ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, ഓരോ വിഷയങ്ങൾ എടുത്താലും ദൈവം എന്താണ്? ദൈവം നീതിമാനായ ദൈവമാണല്ലേ? ദൈവം നീതിയുടെ പക്ഷത്ത് മാത്രമേ നിൽക്കത്തുള്ളൂ. അപ്പോൾ ദൈവം എന്താണ്? നീതി എന്താണെന്ന് നോക്കും. അതായത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന നിയമങ്ങൾ നമ്മൾ പാലിക്കുന്നുണ്ടോ, റോഡ് നിയമങ്ങൾ നമ്മൾ പാലിക്കുന്നുണ്ടോ എന്ന് ദൈവം നോക്കും. അതിനനുസരിച്ചുള്ള പ്രൊട്ടക്ഷൻ ആയിരിക്കും നമ്മൾക്ക് കിട്ടുന്നത്. നമ്മൾ എല്ലാ നിയമങ്ങളും അനുസരിച്ച് ഫോളോ ചെയ്താണ് പോകുന്നതെങ്കിൽ ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മൾക്കുണ്ടാകും. പിന്നെ സംരക്ഷണം മാത്രം ഉണ്ടാകത്തില്ല. കാരണം എന്താണ്? നമ്മൾ ആ സംരക്ഷണം പ്രാർത്ഥിക്കണമല്ലേ? ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ച് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു സംരക്ഷണം നമ്മൾക്ക് ഉണ്ടാകുമെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ ആണ്. ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ റോഡിൻ്റെ നിയമങ്ങൾ തെറ്റിച്ചു പോയി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സംരക്ഷണവും നമ്മൾക്ക് ലഭിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഏത് മേഖലകളിലാണെങ്കിലും നമ്മൾ വാഹനം ഓടിക്കുമ്പോഴൊക്കെ എന്തായിരിക്കണം? നമ്മൾ അതാത് നിയമങ്ങൾ പാലിക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ കാവൽ നമ്മൾക്കുണ്ടാകും, ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മൾക്കുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഇറങ്ങുക. അതുകൂടാതെ നമ്മൾ വാഹനം ഓടിക്കുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ യാത്രയിലായിരിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. കാരണം എങ്ങനെ ഏത് വിധത്തിലാണ് അപകടം പടുത്തിയിരിക്കുന്നതെന്ന് നമ്മൾക്ക് അറിഞ്ഞുകൂടെ. കാരണം ഒരു ആക്സിഡൻറ്റിൻ്റെ ഒരു വ്യാപാരമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം, ചില ഏരിയകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ, അപകട സാധ്യത മേഖല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ സ്ഥിരമായിട്ട് അപകടം നടക്കുന്നത്, ഈ സ്ഥിരമായിട്ട് അപകടം നടക്കുന്ന ഏരിയകളിലൊക്കെ ഒരു വ്യാപാരം അതിൻ്റെ പിന്നിൽ മറിഞ്ഞിരിപ്പുണ്ട്. അതായത് ആൾക്കാരുടെ ജീവൻ ആക്സിഡൻറ്റിൽ തീർത്ത് കളയാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യം തൊട്ടേ പറയുന്നുണ്ട്, പിശാച് ആൾക്കാരുടെ ജീവനെ നശിപ്പിക്കുവാനാണ് ശ്രമിക്കുന്നത്. അതിന് പല വിധത്തിലുള്ള
രീതിയിലുള്ള തന്ത്രങ്ങൾ ഇവന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മാർഗ്ഗങ്ങളും ഇവൻ എന്ത് ചെയ്യും, ഇവൻ പ്രയോഗിക്കും. അപ്പോൾ ഞാൻ ഇതിന് മുൻപേയുള്ള ഒരു സീരീസ് പോലെ ഞാൻ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ എന്താ പറയുക, സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ വിവിധ തരം സ്പിരിറ്റുകളെക്കുറിച്ചും അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതായിരുന്നു, എന്താണ്, ഈ ദൈവത്തിൻ്റെ ദൈവീക പാറ്റേണിന് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് പിശാച് എപ്പോഴും ഒരു ഡ്യൂപ്ലിക്കേറ്റ് പാറ്റേൺ ഉണ്ടാക്കും. എന്ന് വെച്ചാൽ നമ്മളുടെ ദൈവത്തിൻ്റെ കാര്യം എടുത്തു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാരെ പല ഗണങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടല്ലേ. നമ്മൾ ഗബ്രിയേൽ മാലാഖയെ എന്താണെന്ന് പറയുന്നത്, നമ്മുടെ മെസ്സഞ്ചറായിട്ടാണ് ഗബ്രിയേൽ മാലാഖയെ കാണുന്നത് അല്ലേ. അതേസമയം നമ്മുടെ മിഖായേൽ മാലാഖയെ എന്തായിട്ടാണ് കാണുന്നത്, യുദ്ധവീരൻ അല്ലേ, യുദ്ധത്തിൻ്റെ നേതാവായിട്ടാണ് നമ്മൾ മിഖായേലിനെ കാണുന്നത്. അങ്ങനെ ഓരോരോ ദൂതന്മാരുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ കണ്ടു, അശൂർ പാളയത്തിൽ ഇറങ്ങിയ ഒരു ദൂതൻ ആരായിരുന്നു, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഇറങ്ങിയ ദൂതൻ ആരായിരുന്നു, ഒരു 1,85,000 പേരെ നശിപ്പിക്കുവാൻ കഴിവുള്ള ഒരു ദൂതനായിരുന്നു അല്ലേ. അങ്ങനെ ദൂതന്മാർക്ക് പല 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 കാറ്റഗറി ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ പിന്നെ നമ്മുടെ കെരൂബുകളുണ്ട് അല്ലേ. കെരൂബുകൾ ആരാണ്, ദൈവം വാഹനമേറുന്ന ദൈവത്തിൻ്റെ വാഹന വ്യൂഹമാണ് ആര്, ഈ കെരൂബ് എന്ന് പറയുന്നത്. അവിടെയായിരുന്നു കേട്ടോ ഈ ലൂസിഫറിൻ്റെ സ്ഥാനം. അവിടെ നിന്നാണ് അവൻ ദൈവത്തിൻ്റെ പൊക്കത്തിൽ കയറിയിരിക്കണമെന്ന് തീരുമാനിച്ചപ്പം അവനെ വെട്ടി താഴെയിട്ടത്. അതൊക്കെ നമ്മൾക്കറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെ കെരൂബുകളുണ്ട്, മെസ്സഞ്ചേഴ്സ് ഉണ്ട്, അതുപോലെ യുദ്ധവീരന്മാരുണ്ട്, പിന്നെ അതുപോലെ ഓരോരോരോരോ ദൂതന്മാർക്കും ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് എന്ന് പറയുന്നത് പോലെ ഈ പിശാചിൻ്റെ ദൂതന്മാർക്കും ഈ പിശാചിനും അതിൻ്റെ ദൂതന്മാർക്കും എന്തുണ്ട്, കുറേ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അതിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഏത്, ഈ ആക്സിഡൻറ്റ് വരുത്തിയ ആൾക്കാരെ കൊല്ലുന്ന ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ആ ടീമുകൾ എന്ത് ചെയ്യും, ഈ ആക്സിഡൻറ്റ് വരുത്തിയ ആൾക്കാരെ കൊല്ലിക്കുവാൻ വേണ്ടിയിട്ട് ആ പിശാചുക്കൾ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ ലക്ഷ്യം ഏതാണ്, അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ്, ആക്സിഡൻറ്റ് വരുത്തിയ ആൾക്കാരുടെ ജീവൻ എടുക്കുക, അല്ലെങ്കിൽ ആൾക്കാരെ കൊല്ലാക്കൊല ചെയ്യുക. ഇതൊക്കെയാണ് ഇവന്മാരുടെ ഡ്യൂട്ടി. അതുകൊണ്ട് ഇവന്മാർ ആ ഒരു മേഖലകളിൽ ഇങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടേയിരിക്കും. ഓർക്കുക, അപ്പോൾ ഇത് എതിർ സൈഡിൽ ആരുണ്ട്, ആക്സിഡൻറ്റിൽ നിന്നും നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം നമ്മൾക്ക് വേണ്ടി കാവൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ദൂതന്മാരുമുണ്ട്. പക്ഷേ ആ ദൂതന്മാരുടെ സംരക്ഷണം നമ്മൾക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റൂൾസുകളൊക്കെ ഫോളോ ചെയ്ത് തന്നെ നമ്മൾ പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞു, ഇറങ്ങുമ്പോഴും പോകുമ്പോഴും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, പ്രാർത്ഥനയിൽ തന്നെ ആയിരിക്കുക. കാരണം നമ്മൾക്കറിയാം ഈ പിശാച് ഒരു പഴുത് കിട്ടിയാൽ അവൻ കയറി കളിക്കാൻ വേണ്ടിയിട്ടിരിക്കും. ഗോൾ അടിക്കുക എന്ന് പറയാൽ അവൻ കയറി ഗോൾ അടിക്കുവാനായിട്ടിരിക്കും. അതുകൊണ്ട് അങ്ങനെ അവന് ഗോൾ അടിക്കാൻ ഒരു ചാൻസ് നമ്മൾ കൊടുക്കാതിരിക്കുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, വാഹനം ഓടിക്കുമ്പോഴൊക്കെ നമ്മൾ ചുമ്മാ ആ കഥയും ഈ കഥയും പറയാതെ അവരുടെ വീട്ടിലെ കാര്യവും ഇവരുടെ വീട്ടിലെ കാര്യവും പറഞ്ഞുകൊണ്ട് ചുമ്മാ സമയം വേസ്റ്റ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കുകയും വേണം. അല്ലെങ്കിൽ നമ്മൾ ഒപ്പം എന്ത് ചെയ്യണം, നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഇനി നമ്മൾ ഡ്രൈവർ അല്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഏത് വാഹനത്തിലായിരിക്കുന്നോ അവിടെ ഇരുന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുമല്ലേ. അപ്പോൾ നമ്മൾക്കും സംരക്ഷണം കിട്ടും, നമ്മളുടെ കൂട്ടത്തിലുള്ളവർക്കും സംരക്ഷണം ദൈവം ഒരുക്കി കൊടുക്കുവാനായിട്ട് ഇടയായിത്തീരും എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. നമ്മൾ എപ്പോഴും ഈ ഇറങ്ങുന്നതിന് മുൻപേ, യാത്ര ചെയ്യുവാൻ ഇറങ്ങുന്നതിന് മുൻപേ നമ്മൾ പ്രാർത്ഥിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ 121 സങ്കീർത്തനം നമ്മളങ്ങ് വായിച്ചോണം കേട്ടോ. അതൊരു കൊച്ചു സങ്കീർത്തനം. അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. നിൻ്റെ കാൽ വഴുതുവാൻ അവന് സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിൻ്റെ പരിപാലകൻ, യഹോവ നിൻ്റെ വലതു ഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിൻ്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിൻ്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും കേട്ടോ. അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, യഹോവ നിൻ്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കുമെന്ന് വെച്ചാൽ ഞാൻ പോകുന്നതിനെയും വരുന്നതിനെയും എല്ലാം ആര് പരിപാലിക്കും, ദൈവം പരിപാലിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് മുൻപിലുണ്ടല്ലേ, യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിൻ്റെ പ്രാണനെ പരിപാലിക്കും കേട്ടോ. എത്ര പവർഫുള്ളായിട്ടുള്ള ദൈവത്തിൻ്റെ സങ്കീർത്തനമാണല്ലേ അത്. അപ്പോൾ ഇതൊക്കെ ആരുടെയായിരുന്നു, ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനകളായിരുന്നു അല്ലേ. അപ്പോൾ ദാവീദിന് ദൈവത്തിൻ്റെ സംരക്ഷണം കിട്ടിയത് ദാവീദ് എഴുതി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് അതെന്താണ്, നമ്മൾക്കും അത് നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾക്ക് ചൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നതല്ലേ. അല്ലാതെ ചുമ്മാ വേറെ ആർക്കെങ്കിലും വേണ്ടി എഴുതി വെച്ചിരിക്കുന്നതാണോ അല്ലേ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വന്നിട്ട് എൻ്റെ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് ഇട്ടു. ആ പുള്ളിക്കാരത്തി പറഞ്ഞത്, ബൈബിളിൻ്റെ എല്ലാം ഒന്നും നമ്മൾക്ക് വേണ്ട, ഏതാണ്ട് കുറച്ച് ലേഖനങ്ങളിൽ കുറച്ച് ഭാഗം മാത്രമേ ഇന്നത്തെ ക്രിസ്ത്യാനിക്ക് വേണ്ടൂ എന്നാണ് പുള്ളിക്കാരത്തി ഇവിടെ പറഞ്ഞു വെച്ചത്. അപ്പോൾ ഞാൻ പുള്ളിക്കാരത്തിയോട് പറഞ്ഞു, സഹോദരി ഇത് എന്താണ്, ഇതൊരു ന്യൂ ജനറേഷൻ സ്പിരിറ്റാണ്. അവരാണ് അത് വേണ്ട ഇത് വേണ്ട അത് വേണ്ട ഇത് വേണ്ട എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ന്യൂ ജനറേഷൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരൻ നല്ല
കേട്ടോ അതിൻ്റെ അർത്ഥം. അതൊരു ന്യൂ ജനറേഷനായിട്ടൊരു സ്പിരിറ്റിൻ്റെ വ്യാപാരമുണ്ട്, ഒരു ദുഷ്ടവ്യാപാര ശക്തി. അത് അതായത് വെളിച്ചദൂതൻ്റെ വേഷം കെട്ടിയിരിക്കുന്ന ഒരു വ്യാപാര ശക്തി. അതെന്താണ്? അത് പല റോങ് ആയിട്ടുള്ള ടീച്ചിങ്സുകൾ വരും. എന്ന് വെച്ചാൽ ഫാസ്റ്റിംഗ് ഇരിക്കേണ്ട, ഉപവസിക്കേണ്ട, പ്രാർത്ഥിക്കേണ്ട, നമ്മൾക്കെല്ലാം ഓൾറെഡി ചെയ്തു കഴിഞ്ഞു, എല്ലാം കൃപയാണ്, സത്യമാണ്, എല്ലാം കൃപയാണ്, പക്ഷേ നമ്മൾ ഇതൊന്നും ചെയ്യേണ്ടെന്നൊക്കെയുള്ള ഒരു റോങ് ടീച്ചിങ് ആണ് ഈ ഒരു വ്യാപാരം നടത്തുന്നത്. അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ളതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഈ ബൈബിളിൻ്റെ തൊട്ട് ഇസിട്ട് വരെ, ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ ആർക്കുള്ളതാ? നമ്മൾക്ക് വേണ്ടി തന്നെ തന്നിരിക്കുന്നതാണ് കേട്ടോ. അതായത് അന്ന് പഴയ നിയമ ഇസ്രായേലായിരുന്നു, ഇപ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിലൂടെ പുതിയ നിയമ ഇസ്രായേലായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ്, നമ്മൾക്ക് ഇതെല്ലാം നമ്മൾക്കും കൂടി അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മൾ ഈ 121 സങ്കീർത്തനം നമ്മൾ ചൊല്ലിയിട്ട് മാത്രം നമ്മൾ യാത്രയ്ക്ക് വേണ്ടി നമ്മൾ ഇറങ്ങുക. അത് ഇച്ചിരി സങ്കീർത്തനം, ഒരു ചെറുതല്ലേ, ഒരു ചെറുതാണ്, അത് നമ്മൾക്ക് ചെല്ലാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ നടക്കുമ്പോഴൊക്കെ നമ്മൾ എന്താണ് ദൈവമായിട്ടാക്കി അത് നമ്മൾ പറയുക. 91 സങ്കീർത്തനം ഞാൻ ഇതിന് മുൻപേയും പറഞ്ഞിരിക്കുന്നത് പോലെ 91 സങ്കീർത്തനമൊക്കെ നമ്മളിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഇനി ചില ഇത് ചൊല്ലിക്കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്, അന്യഭാഷ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പോകുവാനായിട്ട് കഴിയും. ഇങ്ങനെയൊക്കെ നമ്മൾ യാത്ര ചെയ്ത് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മൾക്കുണ്ടാകും. ഒരു ആക്സിഡൻറ്റുകളും സംഭവിക്കാതെ ദൈവം നമ്മളെ കാക്കും, നമ്മളുടെ തലമുറകളെ കാക്കും, നമ്മളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവം കാക്കുവാനായിട്ട് ഇടയാകുമെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക, നമ്മൾ പ്രാർത്ഥിക്കുക. കാരണം ഈ ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ ദൈവത്തിന് മാത്രമേ നമ്മളെ സംരക്ഷിക്കുവാൻ കഴിയത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. നമ്മളങ്ങ് കംപ്ലീറ്റ് ദൈവത്തിൻ്റെ കരത്തിലേക്ക് അങ്ങ് സബ്മിറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ ഇതിനകത്തെ കാര്യം കേട്ടോ. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.